ഹായ് ഹലോ പ്രീതാസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. ആറ്റുകാൽ പൊങ്കാലയും തിരുപ്പതി ദർശനമൊക്കെ കൊണ്ട് തൊണ്ടയടപ്പും പനിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം കുറച്ച് മാറിയിട്ടുണ്ട്. മരുന്നൊക്കെ കഴിച്ച് ഇപ്പം കുറച്ച് മൂക്കൊക്കെ അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ സൗണ്ടിനൊക്കെ നല്ല വ്യത്യാസം തോന്നുന്നുണ്ടായിരിക്കും. കുറച്ച് ദിവസമായല്ലോ വീഡിയോ ഒക്കെ ഇട്ടിട്ട്, അതുകൊണ്ടാണ് ഇന്ന് ഒരു വീഡിയോ ഇടാമെന്ന് കരുതിയത്. തിരുപ്പതി പോയതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. ആറ്റുകാൽ പൊങ്കാലയുടെ പിറ്റേ ദിവസമാണ് തിരുപ്പതിയിലേക്ക് യാത്ര തിരിച്ചത്. 3 മാസം മുമ്പ് തന്നെ നമ്മൾ ഇത് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അവർ ആ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന ദിവസം തന്നെ നമ്മൾ തിരുപ്പതിയിൽ എത്തിയിരിക്കണം. അതിനനുസരിച്ച് ട്രെയിനൊക്കെ ബുക്ക് ചെയ്ത് നേരത്തെ വെച്ചിരുന്നു. ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് കിട്ടി. നമ്മളവിടെ ചെന്നാൽ പോലും അതിന് 300 രൂപയാണ് ഫീസ്. ആ 300 രൂപയുടെ ദർശൻ ഫീസ് കൊടുത്ത് നമ്മൾ എടുത്താൽ പോലും നമ്മളൊരു 6-7 മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരുപാട് ചെക്കിങ് കഴിഞ്ഞാണ് നമ്മളെ ഉള്ളിൽ കയറ്റുന്നത്. ഒന്നും മൊബൈൽ ഫോണും ഒന്നും ഒരു സാധനവും വാച്ച് പോലും നമുക്ക് ഉള്ളിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ചുരിദാറാണെങ്കിൽ ഷാള് വേണം. അല്ലാതെ പാൻറ്റ് ഷർട്ടും ജീൻസ് ഇടാൻ പാടില്ല. അല്ലാതെ ഒരു സൈസ് ചെറിയ രീതിയിലുള്ള അതേപോലത്തെ പാൻസൊക്കെ ഇടുന്നതിനൊന്നും കുഴപ്പമില്ല. ജീൻസ് ഉപയോഗിക്കുന്നവരെ ഒരു വഴക്ക് പറയുന്നുണ്ടായിരുന്നു. അല്ലാത്ത ബാക്കി എല്ലാവരെയും കയറ്റി വിടുന്നുണ്ട്. സാധാ പാൻറ്റൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ചുരിദാർ ഇടുന്നതാണെങ്കിൽ ഷാൾ ഇടണമെന്നുള്ള നിർബന്ധമുണ്ട്. അത്രയേ ഉള്ളൂ. വസ്ത്രത്തിൽ അത്രയേ ഉള്ളൂ. അല്ലാതെ ഷർട്ട് ഊരുമോ അങ്ങനെയൊന്നും വേണ്ട. നമ്മുടെ ഇങ്ങോട്ടുള്ള അമ്പലങ്ങളിലാണെന്നുള്ള ഷർട്ടൊക്കെ ഊരണമെന്നുള്ള ഒരു ബുദ്ധിമുട്ട്. അവിടെ പിന്നെ അങ്ങനൊന്നുമില്ല. പിന്നീട് ഇതേപോലെയുള്ളൂ നമ്മളെ അടിവാരത്ത് നിന്നും പൂളിലോട്ട് പോകാൻ അവിടുന്ന് ആന്ധ്രയുടെ ട്രാൻസ്പോർട്ട് സർവീസ് ഉണ്ട്. അതിന് 35 രൂപയാണ് ഒരാൾക്ക് സാധാരണ ടിക്കറ്റിന്. അല്ല AC ബസ്സുണ്ട്, അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 200 രൂപയാണ്. അങ്ങനെ അടിവാരത്ത് നിന്ന് നമ്മൾ കയറി ഒരുപാട് മുകളിൽ ചെല്ലണമല്ലോ തിരുമല ദേവസ്ഥാനത്ത് എത്താൻ. അവിടെ എത്തിക്കഴിയുമ്പോൾ പിന്നെ നമ്മളെ ഫുൾ ചെക്കിങ് നടത്തി നമ്മുടെ കയ്യിൽ ഒന്നും നമ്മൾ ഉള്ളിൽ കൊണ്ട് കയറാൻ പറ്റില്ല. പൈസ ഇരിക്കുന്ന ബാഗ് ഒഴിച്ച് ബാക്കി എല്ലാം അവർ വാങ്ങിച്ച് വയ്ക്കും. ചെരുപ്പ് ഒന്നും ഇടാൻ പറ്റില്ല. എല്ലാം അവിടെ സൂക്ഷിക്കാൻ സ്ഥലമുണ്ട്. ഒന്നിനും നമ്മൾ പൈസയൊന്നും കൊടുക്കണ്ട, എല്ലാം ഫ്രീ ആയിരിക്കും. എന്ന് കഴിഞ്ഞാൽ പിന്നീട് നമ്മളെ ഓരോ കമ്പാർട്ട്മെൻറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ കമ്പാർട്ട്മെൻറ്റിനുള്ളിൽ നമ്മൾക്ക് ഓരോ ഇപ്പോൾ 1, 2, 3 എന്നുള്ള കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതിൽ ഞങ്ങളൊക്കെ ഒരു 24-25 ആയിരുന്നു. അവിടെ ഇരുത്തും. പിന്നെ നമുക്ക് എല്ലാവിധ ഭക്ഷണങ്ങളും വെള്ളവും എല്ലാം അവിടെ കിട്ടും. ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാം അവർ സമയത്ത് രാവിലെ ഉപ്പുമാവ്, അതേപോലെ ഉച്ചയാകുമ്പോൾ പുളിസാദം, തൈര് സാദം, അവരുടെ ഒരു സൈസ് ചോറ് അതെല്ലാം കൊണ്ടുതരും. പിന്നീട് വൈകിട്ട് 5 മണിയാകുമ്പോൾ പാല് എല്ലാം തരും. പക്ഷെ നമ്മളവിടെ ഇരുന്നിരുന്ന് ഒരു ഇതാവും. പിന്നെ ബാത്റൂം സൗകര്യം എല്ലാം ഉണ്ട്. പിന്നീട് വലിയ 2 സ്ക്രീൻ വെച്ചിട്ടുണ്ട്. അതിലൊന്നിൽ നമ്മുടെ തിരുപ്പതിയിലെ അവിടെ നടക്കുന്ന ഭഗവാന്റെ അടുത്ത് നടക്കുന്ന എല്ലാ ചടങ്ങുകളും അവിടെ കല്യാണങ്ങളും എല്ലാം നമ്മളെ അവിടെ കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴത്തെ സ്ക്രീനിൽ നമുക്ക് കാണാൻ സമയം എപ്പോഴും ഓപ്പൺ ആകുമെന്നുള്ളത് അവരെ അറിയിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അതിൽ എഴുതി കാണിക്കുന്ന സമയത്തൊന്നും ഓപ്പൺ ആവുന്ന ഇല്ല. അതുപോലെ ജനമാണ്. ഒരു സെക്കൻഡിൽ 10,000-12,000 പേരാ ദർശനം നടത്തി പോകുന്നതെന്നാണ് പറയുന്നത്. ഇത്രയും ജനം വന്ന് ഉള്ളപ്പോൾ അവർക്ക് കഴിവിൻ്റെ പരമാവധി അവർ എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം രാവിലെ വെളുപ്പാങ്കാലത്ത് 2 മണി വരെ അമ്പലം തുറന്നു ഇരിക്കും. 2 മണിക്ക് ശേഷം 2 മണിക്കൂർ അടയ്ക്കും. പിന്നീട് 4 മണിക്ക് വീണ്ടും തുറക്കും. അങ്ങനെയാണ് പറയുന്നത് കേട്ടത്. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു. കുറേ സമയം ഇരുന്നു. നമ്മളങ്ങ് ഇരുന്ന് അവസാനം എല്ലാവരും അവിടെ നല്ല AC ആണ്. നല്ല കൂളറൊക്കെ ഉള്ള നല്ല കമ്പാർട്ട്മെൻറ്റാണ്. ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു പൊടിയോ അഴുക്കോ ഒന്നുമില്ല. നമുക്ക് സ്വസ്ഥമായിട്ടിരിക്കാം. നമുക്ക് മലയാളികൾക്ക് അവിടെ ഇരിക്കുമ്പം എങ്ങനെ ഇത് തുറക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത വരും. പക്ഷേ ബാക്കി ആന്ധ്രത്തിൽ പിന്നെ തമിഴ്നാട് പിന്നെ കന്നഡക്കാർ അവരെല്ലാം വളരെ ക്ഷമയോടുകൂടി ഗോവിന്ദ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. മലയാളികൾക്ക് പിന്നെ എവിടെ പോയാലും ഒരു വെപ്രാളമാണല്ലോ. എളുപ്പം തുറക്കണം, എളുപ്പം പോകണമെന്നുള്ള ചിന്തയിൽ അവിടെ ഇരുന്നിട്ട് എപ്പോഴാണ് തുറക്കുന്നതെന്ന് ചോദിക്കും. പിന്നീട് മൊബൈൽ ഫോണൊന്നും ആരുടെയും കയ്യിലില്ലാത്തതുകൊണ്ട് എല്ലാവരും കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരിക്കും. പിന്നെ അവിടെ കിടന്ന് ഉറങ്ങും ഒക്കെയാണ്. പിന്നെ ഭഗവാന് നമുക്ക് എണ്ണയോ പൂവോ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. പൈസ മാത്രം കൊണ്ടുപോയാൽ മതി. അല്ലാതെ ഒന്നും കൊണ്ടുപോകാനും പറ്റത്തില്ല. അവരതൊന്നും എടുക്കത്തുമില്ല. നമ്മളഥവാ വാങ്ങിച്ചാലും അവിടെ കൊണ്ടുപോയി തറയിലിട്ട്
അവിടെയൊക്കെ ഇരിക്കില്ല. അതുകൊണ്ട് ആയിരിക്കും ആരുടെ കയ്യിലും അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പൈസ മാത്രം ഇഷ്ടംപോലെ കിഴിയൊക്കെ കെട്ടി അതുപോലെ സഞ്ചിയിലും ഒക്കെ ആയിട്ട് ആൾക്കാർ നാണയങ്ങളൊക്കെ ഒരുപാട് കൊണ്ടുവരുന്ന കണ്ടു. അതിനുശേഷം നമ്മളൊരു ഒരു 6-7 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മളെ തുറന്ന് ഓരോ കമ്പാർട്ട്മെൻറ്റിലോട്ട് ആക്കി പിന്നീട് പെട്ടെന്ന് തുറന്നു വിടും. അങ്ങനെ നമ്മൾ പിന്നീട് ദർശനമൊക്കെ കഴിഞ്ഞിറങ്ങി. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. പിറ്റേ ദിവസം പിന്നീട് നമുക്ക് ഉള്ളിൽ കയറിയില്ലെങ്കിൽ പിന്നെ വെളിയിലൊക്കെ ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ ഒന്നും ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് കുറച്ച് നേരം ഞങ്ങളവിടെയൊക്കെ നടന്ന് വീഡിയോ ഒക്കെ എടുത്തു. പിറ്റേ ദിവസത്തെ ട്രെയിനായിരുന്നു ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത്. അതുകൊണ്ട് പിറ്റേ ദിവസം രാവിലെ വെളുപ്പിനെയുള്ള കേരള എക്സ്പ്രസ്സിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു. മലയാളികൾ ഒരുപാട് പേരുണ്ട്. നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തന്നെ രാവിലെ കൊല്ലത്ത് നിന്ന് ശബരി എന്ന് പറഞ്ഞ് രാവിലെ 7:30-ക്കൊരു ട്രെയിനുണ്ട്. അതിന് രാത്രി 11 മണിയാകുമ്പോൾ നമ്മൾ തിരുപ്പതിയിലെത്തും. ഞങ്ങൾ പോയത് കൊല്ലം തിരുപ്പതി ട്രെയിനായിരുന്നു. അത് നമ്മൾ ഒരു 10 മണിക്ക് കൊല്ലത്ത് നിന്ന് തിരിച്ചാൽ വെളുപ്പാങ്കാലത്ത് 2 മണിയൊക്കെ ആയപ്പം അവിടെ എത്തി. പിന്നീട് ഹോട്ടലിൽ വിശ്രമിച്ചതിനൊക്കെ ശേഷം ഞങ്ങളൊരു നേരം വെളുത്തിട്ടാണ് കയറിപ്പോയത്. അങ്ങനെ എന്തായാലും ഭഗവാന്റെ ദർശനമൊക്കെ കിട്ടാനുള്ള ഭാഗ്യമുണ്ടായി. അതുപോലെ തന്നെ പോയി കാണേണ്ട ഒരു സ്ഥലമാണ് തിരുപ്പതി എന്നാണ് ഞാൻ പറയുന്നത്. ഇനി എന്ന് പോകാൻ പറ്റുമെന്ന് നമുക്കറിയത്തില്ലെങ്കിലും നല്ല അത് അവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ല. എല്ലാം ഫുൾ, നമുക്ക് ഒന്നിനും പൈസ കൊടുക്കണ്ട. ക്ലോക്ക് റൂമിൽ പൈസ വേണ്ട, ബാത്റൂമിന് വേണ്ട, അന്നദാനം വേണ്ട. അന്നദാനമൊക്കെ 24 hours നടന്നുകൊണ്ടിരിക്കും. പിന്നെ സേവനം ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമുള്ള ആൾക്കാർ നേരത്തെ പേര് രജിസ്റ്റർ ചെയ്യണം. അതിനനുസരിച്ച് അവർ ഡേറ്റ് തരും. അതിനനുസരിച്ച് നമ്മൾ ചെന്നിട്ട് സേവനത്തിനുള്ള സമയം അവർ നറുക്കിട്ടെടുത്താണ് തരുന്നത്. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളത് ഗ്രൂപ്പായിട്ടാണ് ചെല്ലേണ്ടത്. ആ ഗ്രൂപ്പിൻ്റെ ഒരാളുടെ പേര് വെച്ചിട്ട് നമ്മൾ നറുക്കിട്ടെടുക്കുമ്പോൾ നമുക്ക് അവിടെ എന്താണ് സേവനം ചെയ്യാനുള്ളത് കിട്ടുന്നതെന്ന് വെച്ചിട്ട് അങ്ങനെ സേവനം ചെയ്യുന്ന ആൾക്കാരെ ഞങ്ങൾ കണ്ടു. അതിപ്പോൾ 10 ദിവസത്തെ സേവനം, അതുപോലെ ഒരു മാസത്തിലേക്കുള്ള സേവനം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അതിനൊക്കെ ഒരുപാട് ആൾക്കാർ അവിടെ വരുന്നത് കണ്ടു. അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മനോഹരമായൊരു സ്ഥലവും, പിന്നെ കാണാനാണെങ്കിൽ നമ്മൾ അടിവാരത്തുനിന്ന് തുടങ്ങിയ കാഴ്ചകൾ ഒരുപാട് നല്ല മനോഹര പ്രകൃതി ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നല്ല രസമാണ് തിരുപ്പതിയിൽ. നമുക്ക് പോയാൽ വീണ്ടും വീണ്ടും പോകാൻ തോന്നുന്ന ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി എന്ന് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇനിയും പോകാനുള്ള വഴി ഭഗവാൻ കാണിച്ചു തരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. നല്ല മനോഹരമായ ഒരു സ്ഥലവും കാണാനും അതുപോലെ ഭഗവാന്റെ ദർശനവും ഒക്കെ നമുക്ക് മറക്കാനാവാത്ത ഒരു അനുഭവം തന്നെ ആയിരുന്നു. എന്തായാലും അങ്ങനെ തിരുപ്പതി ദർശനം വളരെ നാളത്തെ, എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടാണ് ഇപ്പം പോകാൻ പറ്റിയത്. അത് ഇങ്ങനൊരു പെട്ടെന്ന് പോകാൻ പറ്റുമെന്ന് ഒന്നും പ്രതീക്ഷിച്ചല്ല. എന്തായാലും ഭാഗ്യം കൊണ്ട് പെട്ടെന്ന് ടിക്കറ്റൊക്കെ കിട്ടുകയും പോകാനും എല്ലാ സഹായങ്ങളും ഭഗവാൻ ചെയ്തു തന്നു. അങ്ങനെ എനിക്ക് പോകാനുള്ള വഴി കാണിച്ചു തന്നു, പോകാനും പറ്റി. എനിക്കത് ഭയങ്കര സന്തോഷവും ഒക്കെയാണ് തിരുപ്പതിയിൽ പോകാൻ പറ്റിയല്ലോ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങളും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ 3 മാസം മുമ്പേ ഇത് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാൻ കിട്ടാനാണ് ഏറ്റവും പാട്. ഓൺലൈനിൽ നമ്മൾ ഓപ്പൺ ആക്കുമ്പോഴേ മൊത്തം ഫുൾ അങ്ങ് രജിസ്റ്റർ, അന്നേരം തന്നെ ഇത് പിന്നെ മൊത്തം കംപ്ലീറ്റ് അന്നേരം തന്നെ അങ്ങ് ബുക്കിംഗ് ആകും. അത് ഈ ടൂർ കൊണ്ടുപോകുന്നവരും അല്ലാത്തവരും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ. അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് അവിടെ ചെല്ലുമ്പോൾ കൂപ്പൺ തന്ന് കയറുകയും ചെയ്യാം. പക്ഷെ അത് ഒരുപാട് സമയം ഇരിക്കേണ്ടി വരുമെന്നേ ഉള്ളൂ. ഇപ്പം ഉച്ചയ്ക്ക് 1 മണിന്നൊക്കെ കിട്ടിയാൽ ചിലപ്പോൾ രാത്രി 10 മണി 12 മണിക്കൊക്കെ ആയിരിക്കും ദർശനം കിട്ടുന്നത്. അത്രയേ ഉള്ളൂ. അങ്ങനെ ക്ഷമിച്ചിരിക്കാന്നുള്ളവർക്ക് ഇങ്ങനെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോകണമെന്നില്ല. ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് പോയാൽ പോലും 6-7 മണിക്കൂർ ഇരിക്കേണ്ടി വരും. അപ്പോൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാതെ പോയാൽ അതൊക്കെ അവരവരുടെ ഭാഗ്യം പോലെ പെട്ടെന്ന് കാണാൻ പറ്റുന്നെങ്കിൽ അത് അവരുടെ ഭാഗ്യം. അതേ ഉള്ളൂ ബുദ്ധിമുട്ട്. പിന്നീട് 65 വയസ്സ് കഴിഞ്ഞാൽ 65 വയസ്സ് കഴിഞ്ഞവർക്കാണ് സീനിയർ സിറ്റിസൺസ് ക്യൂ ഉണ്ട്. അതിന് ഒരാളുടെ കൂടെ ഒരാൾക്കും കൂടെ കയറാം. അങ്ങനെ അത് ഓൺലൈനിൽ 3 മാസം മുമ്പേ നമ്മൾ ബുക്ക് ചെയ്യണം. അതിന് 300 രൂപയാണെന്ന് തോന്നുന്നു സീനിയർ സിറ്റിസൺ ക്യൂവിന്. അത് പക്ഷേ അരമണിക്കൂറിനുള്ളിൽ നമുക്ക് തൊഴുതിറങ്ങാം. അന്നേരം ഒരു സീനിയർ സിറ്റിസൻ്റെ കൂടെ ഒരാൾക്കും കൂടെ തൊഴാൻ പറ്റും. പിന്നീട് 10,000 രൂപയുടെ ഒരു ഇതുണ്ട്. അതിൽ ഒരാൾക്ക് മാത്രം 10,000 രൂപ അടിച്ച് പെട്ടെന്ന് പോയി തൊഴുതിട്ട് വരാം. പിന്നെ 1,00,000 രൂപയുടെ ഒരു ക്യൂ ഉണ്ട്. അത് വിത്ത് ഫാമിലി മാത്രം 1,00,000 രൂപ അടയ്ക്കാമെങ്കിൽ എല്ലാവർക്കും നേരിട്ട് നമ്മൾ ഇതുപോലത്തെ ക്യൂവിലൊന്നും നിൽക്കാതെ നേരിട്ട് പോയി തൊഴുതിട്ട് വരാം. അങ്ങനത്തെ സൗകര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ സർവ്വദർശൻ ക്യൂവും നമ്മൾ ഈ ഓൺലൈൻ രജിസ്റ്റർ ചെയ്യുന്ന ക്യൂവേ ഉള്ളൂ കുറച്ച് വെയിറ്റ് ചെയ്ത് കാണേണ്ടി വരുന്നത്. ബാക്കി എന്നാലും വേണ്ടിയില്ല, കുറച്ച് നേരം ഭഗവാന്റെ അടുത്ത് നിന്നിരിക്കാനും
അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാനും ഒക്കെ കഴിഞ്ഞ് തല മുട്ടയടിക്കേണ്ടവർക്ക് അതിനുള്ള പ്രത്യേക സൗകര്യമുണ്ട്. ഇതിനൊന്നിനും പൈസ വേണ്ട, എല്ലാം ഫ്രീ ആയിരിക്കും. അങ്ങനെ എൻ്റെ തിരുപ്പതി ദർശനത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയണമെന്നുള്ള ചിന്തയിൽ ഞാൻ ഇങ്ങനെ വന്നതാണ്. തൊണ്ടയെല്ലാം അടഞ്ഞിരിക്കുകയാണ്, ഇടയ്ക്കിടയ്ക്ക് ചുമയും വരുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. പിന്നീട് ഒരിക്കൽ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ചൂടാണ്, നല്ല വെയിലാണ്, ചൂട്. അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ തിരുപ്പതിയിൽ കണ്ട കാഴ്ചകൾ. ഇനി ഉള്ള വീഡിയോയിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. തൽക്കാലം നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.